നമസ്കാരം. ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ച 3 ബന്ദികളെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഡൊറോൺ സ്റ്റെൻബച്ച, എമിലി ദമാരി, റോമി ഗാനൻ എന്നീ യുവതികളെയാണ് ഹമാസ് വിട്ടയച്ചത്. റെഡ് ക്രോസ് വളണ്ടിയർമാർക്കാണ് ഇപ്പോൾ ഹമാസ് ബന്ദികളെ കൈമാറിയത്. ഇവരാണ് ബന്ദികളെ ഇസ്രായേൽ സൈന്യത്തിന്റെ അടുക്കലേക്ക് എത്തിച്ചതെന്ന് പറയുന്നു. യുവതികളെ തെൽ അവീവിലെ ഷെബ മെഡിക്കൽ സെന്ററിൽ പരിശോധനയ്ക്ക് എത്തിക്കും. ഇസ്രായേൽ റൊമാനിയൻ പൗരയായ ഡൊറോൺ വെറ്റനറി നഴ്സാണ്. നോവ സംഗീത നിശയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് റൊമിയെ ഹമാസ് ബന്ദിയാക്കിയത്. ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരത്വമുള്ള എമിലിയെ ഫാർ അസയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഹമാസ് ബന്ദിയാക്കുന്നത്. ഗസ സിറ്റിയിലെ സറയ ചതുരത്തിൽ ബന്ദികളാക്കുമെത്തിയ അൽ ഖസാം ബ്രിഗേഡ് പോരാളികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചത്വരത്തിൽ തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടം മുദ്രാവാക്യം വിളികളോടെയാണ് ഖസാം ബ്രിഗേഡ് പോരാളികളെ വരവേറ്റത്. ബന്ദികൾ മോചിക്കപ്പെട്ടെങ്കിൽ തന്നെ തെൽ അവീവിലും വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ബന്ദികൾ സുരക്ഷിത കരങ്ങളിൽ എത്തിയതായി തന്നെ ഇസ്രായേലി സൈനിക വക്താവ് പറഞ്ഞു. വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് ഹമാസ് വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി. ഇസ്രായേലും നിബന്ധനകൾ മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 1 വർഷം മുൻപ് തന്നെ വേണമെങ്കിൽ വെടിനിർത്തൽ കരാർ സാധ്യമാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നെതന്യാഹുവിന്റെ വിദ്വേഷമാണ് വംശഹത്യ തുടരാൻ കാരണമെന്ന് പറയുന്നു. രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്. കരാറിലെ എല്ലാ വ്യവസ്ഥകളും പരസ്പരം ബഹുമാനത്തിൽ അധിഷ്ഠിതമാണ്. അതില്ലാതെയായാൽ എല്ലാ കരാറും ഇല്ലാതാകുമെന്ന് അബു ഉബൈദ പറഞ്ഞു. ഗസ വെടിനിർത്തൽ കരാറിന് ഇസ്രായേലിന് അംഗീകാരമുണ്ട്. സുരക്ഷാ മന്ത്രിസഭയ്ക്ക് പിന്നാലെ സമ്പൂർണ്ണ മന്ത്രിസഭയും കരാർ അംഗീകരിച്ചു. നാളെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. ഇന്നലെ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുകയും ഹമാസ് മോചിപ്പിക്കുന്ന ആദ്യഘട്ട ബന്ദികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. 33 പേരാണ് ആദ്യ പട്ടികയിലുള്ളത്. കരാർ പ്രകാരം ഇവരെ ഞായറാഴ്ച മുതൽ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ അറിയിച്ചു. അതേസമയം കരാറിനെതിരെ ഇസ്രായേൽ ഹൈക്കോടതിയിലും ഹർജികൾ നിലവിലുണ്ട്. ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്ന വിഷയത്തിലാണ് തർക്കമുള്ളത്. എന്നാൽ കോടതി വിഷയത്തിൽ ഇടപെടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തീവ്ര വലതുപക്ഷക്കാരനായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗവീർ കരാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കരാർ അംഗീകരിച്ചാൽ തന്റെ ഒറ്റ്സ്മ യഹൂദിത് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ നെതന്യാഹു സർക്കാരിനെ അട്ടിമറിക്കില്ലെന്നും യുദ്ധം പുനരാരംഭിച്ചാൽ വീണ്ടും കൂടെ ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗവീർ കരാറിന് പറഞ്ഞിട്ടുണ്ട്. കരാറിൽ ആരാണ് കീഴടങ്ങിയതെന്ന് ഗസയിൽ ആഘോഷങ്ങളിൽ നിന്ന് വ്യക്തമാകുമെന്നും വീണ്ടും നമ്മെ അപകടത്തിലാക്കാനിടയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മന്ത്രിസഭയെ കരാറിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബെൻ ഗവീറിന്റെ അവസാന നീക്കങ്ങളുടെ പരാജയപ്പെട്ടു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് അല്പം മുൻപ് ചേർന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുകയാണ്.